ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് രാസലീലയെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും ഗോപികമാരുമായിട്ട് നടക്കുന്ന ആ രാസലീലയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നലെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. രാസലീലയെക്കുറിച്ച് പല വ്യക്തികൾക്കും പല പല തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ രാസലീല വളരെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. ആത്മാവിന് ഭഗവാനോട് തോന്നുക. അന്നേരം നമ്മൾ ആത്മാവ്, ഭഗവാൻ പരമാത്മാവ്, നമ്മൾ ബ്രഹ്മൻ, ഭഗവാൻ പരബ്രഹ്മൻ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്രോതസ്സാണ് ഭഗവാൻ. അന്നേരം നമ്മുടെ ഈ ശരീരത്തിനപ്പുറത്തായിട്ട് ഇതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതേപോലെ ഭഗവാന് ഒരു ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഒരു ആധ്യാത്മിക സ്വരൂപമുണ്ട്. അത് സച്ചിദാനന്ദ രൂപമാണ്. സച്ചിദാനന്ദ രൂപം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത ഭഗവാന്റെ ഒരു സ്വരൂപം. അപ്പോൾ ആത്മീയ ശരീരത്തിലൂടെയാണ് ഭഗവാനുമായിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജപം, ഭഗവാന് വേണ്ടി ചെയ്യുന്ന പൂജകൾ, അതൊന്നും ഭഗവാന്റെ അടുത്ത് എത്തുന്നില്ല എന്നാണോ? അല്ല, അതൊക്കെ ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു പ്രക്രിയ ഭഗവാൻ തന്നെ ശാസ്ത്രത്തിൽ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്, നാമം ജപിക്കുന്നത്. അതിൽ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്കെല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റും. നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ ദർശനം എടുക്കുമ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഭഗവാന് വേണ്ടി നിവേദ്യം സമർപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു സന്തോഷം ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പിറന്നാൾ ദിവസം നമ്മൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ വ്യക്തി തിരിച്ച് താങ്ക് യു എന്ന് വളരെ ചിരിച്ച് നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കും, അല്ലേ? നമ്മൾ ആർക്കാണോ അത് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടു അത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഉണ്ടാകും, അല്ലേ? അപ്പം ഭഗവാന് വേണ്ടി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഭഗവാൻ ഭഗവാൻ പറഞ്ഞാലും ചിലപ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഭഗവാന്റെ ശബ്ദമല്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആധ്യാത്മികമാണ്, ഭൗതികമല്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാൻ പറയുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഒരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടമാകുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണോ ലഭിക്കുന്നത് അത് നമുക്ക് ഉടനെ ലഭിക്കാറുണ്ട്. സത്യമല്ലേ? അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ കീർത്തനം കേൾക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുക, ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യുമ്പോഴും നമുക്കൊരു സന്തോഷം ലഭിക്കാറുണ്ട്. അന്നേരം ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭഗവാനുമായിട്ടൊരു സംസാരിക്കാനോ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനോ പറ്റുന്നില്ല എങ്കിലും അത് നമ്മുടെ പോരായ്മയാണ്, നമ്മുടെ പരിമിതികളാണ്. ഭഗവാൻ ഈ പരിമിതികളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി സന്തുഷ്ടനാകുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് അത് നമുക്ക് ലഭിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഭഗവാൻ അത് സ്വീകരിക്കുന്നു എന്നാണ്. അത് ഒരു ഇമാജിനേഷൻ അല്ല. ആത്മാർത്ഥമായിട്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ അറിയാനുള്ള അവസരം ഭഗവാൻ നൽകാറുണ്ട്. അതെല്ലാം എല്ലാവർക്കും അനുഭവമുള്ളതാണ്, അല്ലേ? അപ്പോൾ ശ്രീമതി രാധാറാണിയും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ആ ബന്ധവും അത്രത്തോളം പവിത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശാരീരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അത് ഭഗവാനെ ഒരു കാമുകനായിട്ട് ഗോപികമാർ കാണുന്നുണ്ടെങ്കിലും ഭഗവാൻ ഒരു കാമുകൻ കാമുകിമാരെ സ്നേഹിക്കുന്ന പോലെ ഗോപികമാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ ബന്ധത്തിൽ ഒരു പവിത്രതയുണ്ട്. ഇത് സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അവർ ഇതിനെ എപ്പോഴും തെറ്റായിട്ട് കാണാനേ ആഗ്രഹിക്കും, തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനേ ശ്രമിക്കും. പക്ഷേ ഭഗവാന്റെ ബന്ധം അങ്ങനെയല്ല.
അങ്ങനെ ഒരു ബന്ധം ഭഗവാനായിട്ട് ഒരിക്കലും ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തും കാമുക ബന്ധമുണ്ട്. ഭഗവാനും ഗോപികമാരും കാമുക ബന്ധം തന്നെയാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് അത് ആത്മീയ തലത്തിലും ഇത് ഭൗതിക തലത്തിലുമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ ലോകത്ത് ഒരു കാമുക ബന്ധത്തിൽ ശരീരം നമ്മളാണെന്ന് കരുതി ഈ ശരീരമായിട്ട് ബന്ധപ്പെടുകയാണ് നമ്മൾ. അന്നേരം ഇതിനകത്ത് ആത്മാവ് ഇരിക്കുന്നു, ഇനി വേറൊരു ആത്മാവിൻ്റെ ശരീരമായിട്ടാണ് ഈ ശരീരമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. അതായത് ആ വ്യക്തിയെ നമ്മൾ ഈ കണ്ണു വെച്ച് കാണുന്നു, ഈ നാവ് വെച്ച് സംസാരിക്കുന്നു. അന്നേരം ഈ ഒരു ഭൗതിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമായതുകൊണ്ടാണ് അത് ഭൗതിക ബന്ധം. അതുകൊണ്ട് തന്നെയാണ് അത് കാമം എന്ന് പറയുന്നത്. എത്ര നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അടിസ്ഥാനം ശരീരമായതുകൊണ്ട് അത് കാമം തന്നെയാണ്. പക്ഷെ നമ്മൾ കാമം എന്ന് കരുതുമ്പോൾ ആണും പെണ്ണുമായിട്ടുള്ള ബന്ധത്തെ കാമം എന്ന് കരുതുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും കാമം തന്നെയാണ്. അന്നേരം നമ്മൾ കാമത്തിൻ്റെ ഡെഫിനേഷൻ ലൈംഗിക ബന്ധത്തെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും കാമം തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും വസ്തുവകകളോടുള്ള ആസക്തിയും കാമം തന്നെയാണ്. ഇനി ആത്മീയ തലത്തിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണോ ഒരു സ്വരൂപമുള്ളത്, ഇതേപോലെ ആത്മാവിനും ഒരു സ്വരൂപമുണ്ട്. അന്നേരം ആ ആത്മാവിൻ്റെ തലത്തിൽ വേറൊരു ആത്മാവുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ട്? നമ്മളെല്ലാ ആത്മാക്കളും ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളും ഭഗവാന്റെ അംശമാണ്. ഭഗവാനോടൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സ്നേഹബന്ധം എല്ലാ ആത്മാക്കൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അടിയൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ശ്രീല പ്രഭുപാദ്ജി ലോകമെമ്പാടും പ്രചരണം ചെയ്തപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദേശികൾ പോലും ഭഗവാനുമായിട്ട് അടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, വിദേശികൾ പൊതുവെ ഏതൊരു വെറൈറ്റി വേണമല്ലോ, അല്ലേ? ഇപ്പോൾ അവർ കഥകളി പഠിക്കുന്നു, കളരി പഠിക്കുന്നുണ്ട്, യോഗ പഠിക്കുന്നുണ്ട്, അതേപോലെ ആയിരിക്കും. പക്ഷേ അതൊക്കെ ഒരു പ്രൊഫഷനായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്വീകരിക്കുന്നത് അവരുടെ ജീവിത രീതി വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഭഗവാന് വേണ്ടി ഒരുപാട് നിസ്വാർത്ഥമായിട്ട് സേവനങ്ങൾ ചെയ്യുന്നു, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു. അതൊരു ഔപചാരികപരമായിട്ട് ഒരു യോഗ ചെയ്യുന്നത് പോലെയോ കളരി പഠിക്കുന്നത് പോലെയോ അല്ല. ഭഗവാന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നു, 4 യമനിയമങ്ങൾ പാലിക്കുന്നു. അന്നേരം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമല്ല. അന്നേരം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഒരു അടുപ്പം അവർക്ക് തോന്നുന്നു. അവർ ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു. എന്നിട്ട് ഒരു ഭക്തൻ പൂന്താനവും കുറൂരമ്മയും എങ്ങനെ ഭഗവാനെ സ്നേഹിക്കുന്നു അതേപോലെ അവരെല്ലാവരും സ്നേഹിക്കുന്നു. അതൊരു രാജ്യം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പല പല രാജ്യത്തിൽ നിന്നുള്ള വ്യക്തികൾ ഭഗവാനെ സ്നേഹിക്കുന്നു. ചൈനയിൽ നിന്ന് ആൾക്കാരുണ്ട്, റഷ്യയിൽ നിന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെ അത് സ്നേഹിക്കാൻ പറ്റുന്നു? കാരണം ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്. അന്യമതക്കാരായിരുന്നു ഇവരൊക്കെ. ക്രൈസ്തവ മതവും ഇസ്ലാമിക മതവും ഒക്കെ ഫോളോ ചെയ്ത അവർ ജൂതമതത്തിൽ നിന്നും അങ്ങനെ പല പല മതത്തിൽ നിന്നുള്ള വ്യക്തികൾ എല്ലാവരും ഭഗവാനെ സ്നേഹിക്കുകയാണ്. അതൊരു ഒരു ഫാനറ്റിസിസം കൊണ്ടല്ല, ഒരു സെൻറ്റിമെൻ്റൽ ഇമാജിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ അല്ല അവരത് സ്നേഹിക്കുന്നത്. കാരണം അവരുടെ ജീവിത രീതി തന്നെ ഭഗവാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലാതെ യോഗ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനാണ്. അത് കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതം വേറെ കാണും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു എപ്പോഴും ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലല്ല ഗീത പഠിക്കുന്നതും ഭാഗവതം പഠിക്കുന്നതും ഒക്കെ. അവരുടെ ജീവിത രീതിയെ അങ്ങനെ ഭക്തരെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കുട്ടികളെ ആ ഒരു പ്രോസസ്സിലേക്ക് പഠിപ്പിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭഗവത്ഗീത ഭഗവാൻ പറയുന്നു, എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛൻ ഞാനാണെന്ന് പറയും. അഹം ബീജപ്രദപിത. എല്ലാ ജീവജാലങ്ങളുടെയും അച്ഛൻ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അന്നേരം അതവിടെ നമുക്കതിൻ്റെ തെളിവാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളും യഥാർത്ഥത്തിൽ ഒരേ ഒരു വ്യക്തിയുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്. അത് ഒരു ഒരു വിഭാഗീയതയോ വർഗീയതയോ അല്ല.
പരമാർത്ഥം അതാണ്, പരമസത്യം. അതായത് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഒരേ ഒരു പരമസത്യമേ ഈ ലോകത്തുള്ളൂ, അത് ഭഗവാനാണ്. അന്നേരം ആ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ആ ശാശ്വത ബന്ധം, ബാക്കി എല്ലാ സ്വരൂപങ്ങളും അതൊക്കെ ഭഗവാന്റെ പല പല വിസ്തരണങ്ങളാണ്. അത് കേൾക്കുമ്പോൾ ചിലവർക്ക് വിഭാഗീയതയും വർഗീയതയായിട്ടൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതോ അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അന്നേരം എല്ലാ ജീവാത്മാക്കളും ഭഗവാനുമായിട്ടൊരു ബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. അതും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആത്മീയ തലത്തിൽ. കാരണം ശരീരം എന്തായാലും നമുക്കിവിടെ ഉപേക്ഷിച്ചേ പറ്റൂ. ചില സ്പെഷ്യൽ കേസുകളിൽ, ഉദാഹരണത്തിന് പൂന്താനം, തുക്കാറാം മഹാരാജ് അങ്ങനെയുള്ള കേസുകളിൽ അവരുടെ ഭൗതിക ശരീരം ആധ്യാത്മിക ശരീരമായിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രത്യേക കാരണങ്ങളാൽ ആ ശരീരം ഇവിടെ ഉപേക്ഷിക്കേണ്ട, എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ശരീരത്തോടു കൂടി ഇവിടുന്ന് പോകുന്നു. എന്നിട്ട് ആ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ അവരുടെ ശരീരം ആധ്യാത്മിക ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഓക്കെ, അങ്ങനെയുള്ളൊരു പ്രോസസ്സും ആകാം. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ് ആത്മീയ തലത്തിൽ, ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി. ഇതൊരു പ്രാക്ടീസാണ്, ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്. നമ്മൾ സന്യാസിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും ഭാര്യ, ഭർത്താവ്, കുട്ടി, വൃദ്ധാവസ്ഥയിലാണെങ്കിലും മൃഗങ്ങളായാലും ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഒരു ശാശ്വത ബന്ധമുണ്ട്. ആ ശാശ്വത ബന്ധത്തിലേക്ക്, ശാശ്വതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്ത ബന്ധം, ഒരിക്കലും തീരാത്ത ബന്ധം. കാരണം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും എന്താണ്, അവസാനിക്കും. ഒന്നുകിൽ ആ വ്യക്തിയോടുള്ള താല്പര്യം നമുക്ക് കുറയും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള താല്പര്യം കുറയും, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വ്യക്തി പെരുമാറാതിരിക്കുമ്പോൾ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം നമ്മൾ മുറിക്കും, അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ടുള്ള ബന്ധം മുറിക്കും. അവരുടെ സ്വാർത്ഥത നമ്മൾ തിരിച്ചറിയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയാണെന്ന് അവർക്ക് തോന്നി അങ്ങനെ അവർ മാറുന്നുവോ, അല്ലെങ്കിൽ പിന്നെ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു. പക്ഷെ ഭഗവാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളാണ് ഭഗവാനിൽ നിന്ന് മാറിയിരിക്കുന്നത്, പക്ഷെ ഭഗവാൻ ഒരിക്കലും നമ്മളെ അകന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തെ പോലും ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി. പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെ ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവാത്മാക്കളും ഭഗവാനുമായിട്ട് ഒരു ശാശ്വത ബന്ധമുണ്ട്. ആ ശാശ്വത ബന്ധത്തെ പുനർജാഗൃതമാക്കുക, പുനർജീവിപ്പിക്കുക എന്നതാണ് നമ്മുടെ. ഇപ്പോൾ ആ ബന്ധം മുറിഞ്ഞിരിക്കുക. അത് സത്സംഗത്തിൽ പല പ്രാവശ്യം നമ്മൾ നൽകിയ ഉദാഹരണമാണ്. അതായത് ഒരു വിവാഹം കഴിഞ്ഞ് വിവാഹമോചനത്തിലേക്ക് പോകുന്ന ഒരു ബന്ധം ഏകദേശം ഡിവോഴ്സിൻ്റെ വക്കത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ അത് ആ ഡിസിഷൻ ഫൈനൽ ആകുന്നതിന് മുമ്പേ രണ്ടുപേർക്കും തോന്നുവാണ് നമുക്ക് വീണ്ടും ആ ബന്ധത്തിലേക്ക് തുടരാം എന്ന് തോന്നുകയാണെങ്കിൽ, അന്നേരം അത് പെട്ടെന്നാവത്തില്ലല്ലോ. കാരണം ആ ബന്ധം കുറേ നാളായിട്ട് മുറിഞ്ഞു കിടക്കുകയാണ്, അകൽച്ച കൂടിയിരിക്കുക. ഇനി മെല്ലെ മെല്ലെ ആ ബന്ധത്തെ വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ ഭഗവാനുമായിട്ട് ഒരു അകൽച്ച നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. അത് എന്തുകൊണ്ട്, നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്ന് ഒരു ആസ്വാദനം നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടി നമുക്ക് ഈ ലോകം ലഭിച്ചു, അതിനുവേണ്ടി ഈ ശരീരം ലഭിച്ചു. എന്നിട്ട് ഈ ശരീരം എന്നൊന്നും നിലനിൽക്കത്തില്ല. കാരണം ഈ ഭൗതിക ലോകം അങ്ങനെയാണ്, ഇതൊരു മായയാണ്, ഇല്യൂഷനാണ്. എന്തിനു വേണ്ടി? കാരണം നമുക്ക് ഭഗവാനിൽ നിന്ന് അകന്നൊരു ജീവിതം വേണം. പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് ഭഗവാൻ വേണ്ട, ഭഗവാൻ ഇല്ലാതെ ഭഗവാന്റെ ലോകം വേണം. അന്നേരം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ അങ്ങനെ ഒരു മായ സൃഷ്ടിക്കുകയാണ്. അന്നേരം നമുക്കൊരു പ്രതീതി കിട്ടും നമ്മൾ ആസ്വദിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ആഗ്രഹം തീരുന്നുമില്ല. പിന്നെ നമ്മുടെ കാരണം ആഗ്രഹത്തിനൊത്ത് നമ്മുടെ ആഗ്രഹം ഒരുപാടാണ്. ആ അനന്തമായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ച് അനന്തമായിട്ടുള്ള ആസ്വാദനം നമുക്ക് ലഭിക്കുന്നില്ല. കാരണം അഗെയിൻ പ്രോബ്ലം എന്താ? നമ്മൾ ആത്മാവാണ്. ആത്മാവ് ആഗ്രഹിക്കുന്നത് അനന്തമായിട്ടുള്ള ആനന്ദം. പക്ഷേ ആ അനന്തമായിട്ടുള്ള ആനന്ദം അന്വേഷിക്കുന്നത്
താൽക്കാലികമായ ശരീരത്തിലൂടെയാണ്. അതായത് ഭഗവാനിൽ, അത് നമ്മൾ ആത്മീയ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാനായിട്ട് ഒരു ആകർഷണം തോന്നും. എങ്ങനെയാണോ ഒരു ഇരുമ്പൻ കഷ്ണങ്ങളൊക്കെ, ഇരുമ്പൻ പൊടിയൊക്കെ മാഗ്നറ്റിനോട് അറ്റാച്ച്ഡ് ആവുന്നത്, അതേപോലെ സ്വാഭാവികമായിട്ടും നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോധം ആത്മീയമായിട്ട് ഉയരുന്നതിനനുസരിച്ച് ഭഗവാനോട് ആകർഷണം തോന്നും. പക്ഷേ ഇപ്പോൾ നമ്മൾ ശരീരബോധത്തിലിരിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവുമാണ്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. അന്നേരം നമുക്ക് ആനന്ദം വേണം, പക്ഷേ ആത്മീയമായിട്ടുള്ള ആ അസ്തിത്വത്തെ നമ്മൾ മറന്നു. നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും തീരാത്ത ആനന്ദമാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒന്നുകിൽ നമ്മുടെ ശരീരം നശിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ ആസ്വദിക്കുന്ന ആ വസ്തുവകളെ, അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അത് അനന്തമല്ല. ആ വസ്തു തീരും പെട്ടെന്ന്. മനസ്സിലായില്ല? അതായത് നമ്മുടെ ഭക്ഷണ കാര്യമാണെങ്കിൽ ഏതൊരു കാര്യം, നമ്മൾ ഏതൊരു തരത്തിലുള്ള ആസ്വാദനം ഈ ലോകത്തിൽ, അത് ഞാനിവിടെ പ്രത്യേകിച്ച് പറയണമെന്നില്ല. നിങ്ങൾ തന്നെ ഈ സത്സംഗം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആസ്വാദനം എന്ന് കരുതുന്ന എല്ലാ വസ്തുവകളെയും ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് അത് എന്നെന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി കുറച്ച് കാലമായിട്ട് അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും അതിപ്പോഴും ആസ്വാദനം നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ ലിസ്റ്റ് എടുക്കുക. അന്നേരം നിങ്ങൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താൽക്കാലികത്വം ബോധ്യപ്പെടും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതാണ് എൻ്റെ അസംതൃപ്തിക്ക് കാരണം ഞാൻ ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് അനന്തമായ ആനന്ദം ആഗ്രഹിക്കുന്നു. അന്നേരം ആത്മാവിന് ആത്മീയ ആനന്ദത്തിലൂടെ മാത്രമേ അനന്തമായ ആനന്ദം ലഭിക്കൂ. പക്ഷെ ആത്മാവ് ഈ ശരീരത്തിലൂടെ ആനന്ദം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പരിമിതികൾ ആനന്ദത്തിനും പരിമിതികൾ സൃഷ്ടിക്കുന്നു. ആത്മാവിന് ആ സംതൃപ്തി ലഭിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഏത് ഉപകരണം എന്തിനു വേണ്ടി ഉപയോഗിക്കണമോ അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴേ ആ ഉപകരണത്തെ നന്നായി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ടെലിസ്കോപ്പ് എടുത്ത് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രഹങ്ങളെ കാണാൻ പറ്റത്തില്ലല്ലോ. ഏതൊരു ഉപകരണത്തിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അന്നേരം ഈ ശരീരം ആത്മീയ ആനന്ദത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നൊരു ആനന്ദം ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടി ഒരു ശരീരത്തെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ശരീരത്തെ നമ്മൾ ഭൗതിക ആനന്ദത്തിൽ നിന്നും വിരമിച്ച് സ്വമേധ അതിൽ നിന്ന് മാറി നിന്ന് നമ്മൾ എല്ലാ ആനന്ദവും ഭഗവാന് വേണ്ടി കൊടുക്കുകയും ഭഗവാന്റെ ആനന്ദത്തിൽ നമ്മുടെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അന്നേരം നമ്മൾ നമ്മുടെ നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം കഴിക്കാതെ അത് ഭഗവാന് നിവേദിച്ചിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ആനന്ദത്തിൽ ആദ്യം ഭഗവാൻ ആനന്ദം നൽകുന്നു, എന്നിട്ട് നമ്മൾ ആനന്ദിക്കുന്നു. നമുക്ക് സംഗീതം കേൾക്കാൻ ഇഷ്ടമാണ്, അന്നേരം ഭഗവാന്റെ തിരുനാമങ്ങൾ ഉൾപ്പെടുന്ന സംഗീതങ്ങൾ കേൾക്കുന്നു. നമുക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, അന്നേരം നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കേൾക്കുന്നു. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു. അന്നേരം നമുക്ക് സുഗന്ധം ഇഷ്ടമാണ്, അന്നേരം ഭഗവാന് അർപ്പിച്ച പുഷ്പങ്ങളുടെ സുഗന്ധം ആസ്വദിക്കുന്നു, ഭഗവാന് അർപ്പിച്ച തുളസിയുടെ ഗന്ധം ആസ്വദിക്കുന്നു. നമുക്ക് അങ്ങനെ ഓരോ രീതിയിലും നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുന്നത്. അന്നേരം ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയവും വിസർജ്യ ഇന്ദ്രിയങ്ങളുമാണ്. അത് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി, നമ്മുടെ വിസർജ്യ വസ്തുക്കളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രക്രിയയാണ്. അതുകൂടാതെ സത്സന്താനങ്ങളെ ഈ ലോകത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ശാരീരിക ബന്ധത്തെ ഭഗവാൻ നൽകിയിരിക്കുന്നത്. അന്നേരം നമ്മുടെ കൈകൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാം, കാലുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിക്കാം, അന്നേരം നമ്മുടെ കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ കാണാം, ചെവി കൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാം, ഭഗവാന്റെ തൃപ്പാദത്തെ സ്പർശിക്കാം. അങ്ങനെ
നാവ് കൊണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാം. ഗന്ധം, ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച തുളസിയുടെ ഗന്ധം, ചന്ദനത്തിൻ്റെ ഗന്ധം, ഇത് നമ്മൾ അത് ആസ്വദിക്കാം. അങ്ങനെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുക. ഭഗവാനിൽ നിന്ന് അകറ്റുന്ന എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ നിന്നും. ലൈംഗിക ബന്ധം അന്നേരം ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹത്തിന് മുമ്പായിട്ട് ഒരു തരത്തിലും അന്യ സ്ത്രീ പുരുഷനെക്കുറിച്ച്, സ്ത്രീകൾ പുരുഷനെക്കുറിച്ചും പുരുഷന്മാർ സ്ത്രീകളെക്കുറിച്ചും തെറ്റായിട്ട് ചിന്തിക്കാൻ പാടില്ല. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ ഭർത്താവ് അല്ലാതെ വേറെ ആരെക്കുറിച്ചും തെറ്റായിട്ട് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഈ ശരീരം പരിശുദ്ധമാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സും പരിശുദ്ധമാവും. തെറ്റായിട്ടുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കത്തില്ല നമ്മൾ. അങ്ങനെ ശരീരവും മനസ്സും ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോധം ശുദ്ധമാവും. ബോധം ശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് വളരെ എളുപ്പത്തിൽ കണക്റ്റ് ആകാൻ പറ്റും. അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമായി ഭഗവാനുമായിട്ട് നിത്യവും വസിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അന്നേരം നമ്മുടെ ശരീരത്തെ എങ്ങനെ ശുദ്ധമാക്കണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണം. 24 മണിക്കൂർ അങ്ങനെ പറ്റത്തില്ലെങ്കിലും എത്രത്തോളം പറ്റുമോ അങ്ങനെ അതിൻ്റെ ആ ഒരു സമയം കാലാവധി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിനു വേണ്ടി നമ്മുടെ ജീവിത രീതി അതിനായിട്ട് മാറ്റിവെക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് മനസ്സിൽ ഒരിക്കലും തെറ്റായിട്ടുള്ള ചിന്തകൾ, ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ചിന്തകൾക്ക് വഴിയൊരുക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഇപ്പം നമ്മൾ കുടുംബക്കാരാണ്, വീട്ടിലുള്ളവർ തന്നെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരിൽ നിന്നുള്ള ബന്ധം നമുക്ക് അകറ്റാൻ പറ്റത്തില്ല. മെല്ലെ മെല്ലെ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ നിർബന്ധിക്കാതിരിക്കുക. നമ്മൾ സ്നേഹബന്ധം വേണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ആ വീട്ടിൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും. എന്നിട്ട് മെല്ലെ മെല്ലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം, അതായത് നമ്മൾ ഉള്ള സാഹചര്യത്തിൽ എത്രത്തോളം സേവനം ചെയ്യുന്നു, അതിലെത്രത്തോളം ഗൗരവത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു, അത്രത്തോളം ഭഗവാൻ ഇനിയും അവസരങ്ങൾ നൽകും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, പൂർവജന്മങ്ങളിൽ ആധ്യാത്മിക മാർഗത്തിൽ ഒരുപാട് സഞ്ചരിച്ച വ്യക്തികൾക്ക് ഉയർന്ന കുലത്തിലും അതീന്ദ്രിയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന കുടുംബത്തിലും ജനിക്കാനുള്ള അവസരം നൽകുന്നു. എന്തുകൊണ്ട്? ഉയർന്ന കുലം എന്ന് പറയുമ്പോൾ എന്താണ്? അത് അത്രത്തോളം സംസ്കാരം കാണും അവരുടെ വീട്ടുകളിൽ. അതുകൊണ്ട് അതൊരു ഒരു ഫൗണ്ടേഷനാവും അവർക്ക് ഭക്തിയിൽ വരാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ വളരെ സമ്പന്ന കുടുംബത്തിൽ അതെന്തിനാ? അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആ സമയം ഭഗവാന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഭക്തരുടെ കുടുംബത്തിൽ, ഭക്തി മാർഗത്തിൽ ജീവിക്കുന്ന അവരുടെ കുടുംബത്തിൽ അത് വളരെ അപൂർവമായിട്ടുള്ള ജന്മമായിട്ട് ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ജപിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ. അത് പൂർവ്വജന്മ സുകൃതം കൊണ്ടാണ്. പൂർവ്വജന്മത്തിൽ ചെയ്ത കൃതം സത്പ്രവൃത്തികൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മാർഗത്തിൽ സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ ഇനി അവസരം നൽകുന്നത്. അതേപോലെ ഈ ജന്മത്തിലും നമുക്ക് ലഭിക്കുന്ന ഓരോ 24 മണിക്കൂറുകളും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് ഭഗവാൻ അടുത്ത 24 മണിക്കൂർ നമുക്ക് തരും. ഇന്നത്തെ 24 മണിക്കൂർ നമ്മൾ മാക്സിമം ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇനിയും കൂടുതൽ അവസരം കിട്ടും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ഇങ്ങനെ ഭഗവാന് വേണ്ടി കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള ജന്മം, ഇനി അവശേഷിക്കുന്ന നമ്മുടെ വർഷങ്ങൾ ഭഗവാന് കൊടുക്കാനായിട്ട് ഭഗവാൻ ഒരു അവസരം നൽകും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത് ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള ഏറ്റവും ഉയർന്ന മാർഗമാണ്. നമ്മൾ നിരീശ്വരവാദി, ജാതി ഏതായാലും, കുലം ഏതായാലും, ഏത് ഭാഷക്കാരനായാലും എല്ലാവരും ഈ ഒരു മാർഗത്തിൽ വന്നേ പറ്റൂ ഒരു ദിവസം. നമ്മൾ ചിലപ്പോൾ പറയാം, ഞാൻ വേറെ മതക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ദേവനെയും ദേവിയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു അന്യ രാജ്യത്തിലുള്ള വ്യക്തിയാണ്, ഇതൊക്കെ നിങ്ങളുടെ ഭാരതീയ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും മാറിയിരിക്കാം.
പക്ഷെ ഒരു ദിവസം ഇതിൽ വന്നേ പറ്റും. നമ്മൾക്ക് ഇത് അറിയാനും മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും അവസരം കിട്ടുന്നത് നമ്മൾ ഇതേപോലെ കുറേ അലഞ്ഞ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രഭുപാജിയുടെ കൃഷ്ണ ബുക്കിൽ പ്രഭുപാജിയുടെ ശിഷ്യനായ ജോർജ് ഹാരിസൺ വളരെ ഫേമസ് ആയിട്ടുള്ള ബീറ്റിൽസിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബീറ്റിൽസ് ബാൻഡിലെ മെയിൻ ഒരു ഗായകനായിരുന്നു, ഗിറ്റാറിസ്റ്റും ആയിരുന്നു ജോർജ് ഹാരിസൺ. അദ്ദേഹം പ്രഭുപാജിയുടെ കൃഷ്ണ ബുക്ക്, അതായത് ശ്രീമദ് ഭാഗവത്തിൻ്റെ ദശമസ്കന്ധത്തിൻ്റെ പബ്ലിക്കേഷന് വേണ്ടി അന്നത്തെ കാലത്ത് എത്രയോ ഡോളേഴ്സ്, എനിക്ക് തോന്നുന്നു $1,00,000 അങ്ങാണ്ട് അന്ന് 1970s നൽകിയിരുന്നു അതിൻ്റെ പബ്ലിക്കേഷന് വേണ്ടി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ ആ ബുക്കിനെക്കുറിച്ച് അദ്ദേഹം വായിച്ചിട്ട് ആ ബുക്കിനെക്കുറിച്ച് എഴുതുകയാണ്. അദ്ദേഹം പറയുന്നു, എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർ കൃഷ്ണ, സം പീപ്പിൾ നോ, സം പീപ്പിൾ ഡോണ്ട് നോ. എല്ലാവരും ഭഗവാൻ കൃഷ്ണനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ചെയ്തവർക്ക് അറിയാൻ പറ്റുന്നു, നിർഭാഗ്യവശാൽ ചിലവർക്ക് അറിയാൻ പറ്റുന്നില്ല. അവരോട് ഭാഗ്യം ലഭിച്ച വ്യക്തികൾ കാരുണ്യം കാണിക്കുന്നു, അങ്ങനെ അവരും അറിയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാവരും ഭഗവാനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കലിയുഗം വളരെ കൺഫ്യൂഷൻ്റെ ലോകമാണ്. ഞാൻ അങ്ങനെ പറയൂ, കൺഫ്യൂസിങ് കലിയുഗ. കാരണം എന്താ, ഈ കലിയുഗത്തിൽ ഏറ്റവും പരമസത്യമായിട്ടുള്ള കാര്യം കാർമേഘം കൊണ്ട് മൂടിക്കിടക്കും. സൂര്യനെ കാർമേഘം മൂടുന്നത് പോലെ സൂര്യനെ കാർമേഘം മൂടുന്നില്ല, നമ്മുടെ നോട്ടത്തിൽ നിന്നും കാർമേഘം നമ്മുടെ നോട്ടത്തെയാണ് മൂടുന്നത്. സൂര്യനെ മൂടാൻ കാർമേഘത്തിന് കഴിയില്ല. അതേപോലെ സത്യം, പരമസത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ കാർമേഘം, മായയാകുന്ന കാർമേഘം, കലിയുഗത്തിലെ ജീവിത രീതി, പാപകർമ്മങ്ങൾ, അതൊക്കെ ഇങ്ങനെ മൂടും ഭഗവാന്റെ പരമസത്യമായിട്ടുള്ള കാര്യങ്ങളെ. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിനോട് ചിലപ്പോൾ എല്ലാവർക്കും വിശ്വാസം തോന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ സമയത്ത് എല്ലായിടത്തും ഇരുട്ടാകുമ്പോൾ എങ്ങനെയാണോ മിന്നാമിനുകളിങ്ങനെ പൊങ്ങി വരുന്നത്, സൂര്യനെ ഒരിക്കലും കാണാത്ത വ്യക്തി ആ മിന്നാമിനെ കണ്ടിട്ട് ഇത് സൂര്യനാണെന്ന് വിശ്വസിക്കുന്ന പോലെയായിരിക്കും നമ്മൾ. യഥാർത്ഥ സൂര്യനെ കാണുമ്പോൾ അത് സൂര്യൻ എവിടെ ഇരിക്കുന്നു, മിന്നാമിനിങ് എവിടെ ഇരിക്കുന്നു. സോറി. അന്നേരം ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആ വെള്ളം കുറച്ച് അടച്ചല്ലോ. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം എന്തുവാണല്ലേ, അതിൻ്റെ മുമ്പേ ഒരു മിന്നാമിനിങ് എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. അന്നേരം അത്രത്തോളം പവിത്രമാണ് ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അന്നേരം ഗോപികമാർ ഭഗവാന്റെ നിത്യപാർഷദരാണ്. ഭഗവാനുമായിട്ട് നിത്യമായിട്ട് ഒരു ബന്ധം അവർക്കുണ്ട്. നമുക്കും ആ ഒരു പാത പിന്തുടർന്നു കൊണ്ട് ഭഗവാനുമായിട്ട് ഒരു ശാശ്വത ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ള അവസരമാണ് ഭഗവാനെ കൂടുതൽ അറിയുക. അതിനു വേണ്ടിയാണ് നമ്മൾ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസ് ആരംഭിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു, അല്ലേ? നമുക്ക് ചർച്ച തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വരൂപഗദാമഹ്യം ദദാതി സ്വപദാധികം. അദ്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമനം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാം വിതം തം സജീവം
साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपदाकस्वामिनिधि नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरगदादामदाय नगरग्रामतारिणे ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नामिने नमस्ते सारस्वते देवै गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वती नामिने श्रीवासमानवी देवी नेदाय कृपाब्दे कृष्णसम्बन्धविज्ञानोदायिने प्रभुवे नमः माधुर्योज्ज्वलप्रेमाढ्या श्रीरूपानुगभक्तिदा श्रीगौरकरुणाशक्तिविग्रहाय नमोस्तुते नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानुगवृद्धवसिद्धान्तदुन्दहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजायिते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवरायते गौराविर्भावभूमेस्तं निर्देष्टसज्जनप्रिय वैष्णवः सर्वभौमा श्रीजगन्नाथाय ते नमः नमो महावदिन्याय कृष्णप्रेमप्रदायिते कृष्णाय कृष्णचैतन्यनामिने गौरद्विषे नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्ता नमोस्तुते जयदां सुरदो पङ्गोर्ममन्दमतेर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनं दिव्यतुरिन्दारण्यकल्पद्रुमद श्रीमद्रत्नाकारसिंहासनस्थो श्रीमद्राधाशीलगोविन्ददेवो प्रेष्ठालपि सेव्यमानो स्मरामि श्रीमन्रासरसारम्भी वंशीपरत्तरस्थिता कर्षन्वेणुस्वनेर्गोपीन् गोपीनाथश्रीस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण 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 हरे राम राम हरे हरे मूगं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे कृष्ण നമുക്ക് ചർച്ച തുടരാം. നാരദ മഹർഷി ബഹുലാശ്വ രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാരദ മഹർഷി പറയുന്നു, രാജാവേ, ഭഗവാൻ കൃഷ്ണനും ഗോപികമാരും പിന്നെ ലോഹജംഗ വനം, അന്നേരം വൃന്ദാവനത്തിൽ ഒരുപാട് വനങ്ങളുണ്ട്, ഉപവനങ്ങളുമുണ്ട്. അതിലൊന്നാണ് ലോഹഗഞ്ച് വനം. അന്നേരം ലോഹജംഗ വനം അവിടെ എത്തി. അവിടെ ഒരുപാട് മാധവി പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു, മാധവി പുഷ്പങ്ങളുടെ ചെടികളെ കൊണ്ട്. അവിടെ ഗോപികമാരെല്ലാം ഭഗവാൻ പൂക്കളെ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. രാധാറാണിയെ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ യമുനാ തീരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഒരുപാട് വണ്ടുകളും ഒരുപാട് അതിമനോഹരമായിട്ടുള്ള സുഗന്ധത്തിൻ്റെ കാറ്റിങ്ങനെ വീശുകയാണ്. അപ്പോൾ ഭഗവാൻ കറില, പീലു, തമാൽ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വനങ്ങളിലൂടെ ഭഗവാൻ ഇങ്ങനെ പോകുക. അതുകൊണ്ടാണ് ഭഗവാനെ യമുനാ തീര വനചാരി, അല്ലേ? യമുനാ തീരത്തിലുള്ള വനങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നവൻ, അതാണ് ഭഗവാന്റെ ഒരു പേരാണ്. അപ്പോൾ ഭഗവാൻ പാട്ടൊക്കെ പാടി ശ്രീമതി രാധാറാണിയായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാസേശ്വരിയായ ശ്രീമതി രാധാറാണിയായിട്ട് പല ഗോപികമാരുമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ ഒരു വലിയൊരു അത്ഭുതം നടന്നു എന്ന് പറയുന്നു.
ഒരു വളരെ ശക്തനായിട്ടുള്ളൊരു യക്ഷൻ ഉണ്ടായിരുന്നു, ശംഖാചൂഡൻ. കുബേരൻ്റെ ഒരു അനുയായിയായിരുന്നു. ഗദായുദ്ധത്തിൽ ശംഖാചൂഡനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആർക്കും ഗദായുദ്ധത്തിൽ ശംഖാചൂഡനെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, എന്നിൽ നിന്നും ശംഖാചൂഡൻ കംസനെക്കുറിച്ച് കേട്ടിരുന്നു. അങ്ങനെ ഗദയും പിടിച്ചുകൊണ്ട് ഈ യക്ഷൻ നേരെ മധുര നഗരത്തിലേക്ക് എത്തി. അഹങ്കാരത്തോടു കൂടി കംസൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, ത്രിലോകങ്ങളും കീഴടക്കിയ ആളാണല്ലോ കംസ, അവിടുന്ന് എന്നോട് ഒരു ഗദായുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. നീ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ സേവകനായിരിക്കും, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ സേവകനായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെയും ഗദകൾ പിടിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. അതിഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ആ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം മേഘങ്ങൾ ഗർജിക്കുന്ന പോലെയായിരുന്നു എന്ന് പറയുന്നു. രണ്ടുപേരും അതിപ്രഗത്ഭന്മാരായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഗുസ്തിക്കാരന്മാർ ഗുസ്തി കൂടുന്ന പോലെയും, അല്ലെങ്കിൽ രണ്ട് നർത്തകന്മാർ നർത്തനം ചെയ്യുന്നത് പോലെ തോന്നി. രണ്ട് മദം പൊട്ടിയ ആനകൾ തമ്മിൽ അടിക്കുന്ന പോലെ തോന്നി, രണ്ട് സിംഹങ്ങളെപ്പോലെ. രണ്ടുപേരും എതിരാളിയെ തോൽപ്പിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വേറെ ഒന്ന് ആലോചിച്ചോണം, കംസൻ എത്രയോ പേരെ തോൽപ്പിച്ചിരിക്കുക, പക്ഷേ ശംഖാചൂഡനുമായിട്ട് വളരെ ടഫായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ആ ഗദകൾ തമ്മിൽ കൂട്ടി മുട്ടുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം തീപ്പൊരി പാറുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെയും ഗദ അവസാനം പൊട്ടി തകർന്നു. കംസൻ ദേഷ്യം വന്ന് കൈ ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി, മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. ശംഖചൂഡനും കൈ ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും അന്യോന്യം കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഗുസ്തി കൂടി 27 ദിവസം യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരാൾ പോലും തളർന്നില്ലെന്നുള്ള രണ്ടുപേർക്കും വലിയ അത്ഭുതമായി. പെട്ടെന്ന് ശംഖചൂഡനെ പിടിച്ച് കംസൻ ദൂരെ ഒറ്റ എറിഞ്ഞു. അപ്പോൾ ശംഖചൂഡൻ ഇവിടെ പറയുന്നു, 1200 കിലോമീറ്റർ ദൂരെ ആകാശത്തേക്ക് പൊങ്ങിപ്പോയെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ വീണ സമയത്ത് ശംഖചൂഡൻ കുറച്ച് വിഷമിച്ചു, ദേഷ്യം വന്നു. വീണ്ടും കംസനെ പിടിച്ചുകൊണ്ട് ഒറ്റയേറി. ഇപ്രാവശ്യം കംസൻ 12,000 കിലോമീറ്റർ ആകാശത്തേക്ക് പോയെന്നുള്ളതാണ്. അപ്പോൾ കംസൻ വീണപ്പോൾ കംസനും വലിയ ദേഷ്യം വന്നു. എന്നിട്ട് ശംഖാചൂഡനെ പിടിച്ച് തറയിൽ ഒറ്റയടി എന്നുള്ളത്. അപ്പോൾ ശംഖാചൂഡനും ദേഷ്യമായി കംസനെ പിടിച്ച് തറയ്ക്ക് ഒറ്റയടി. ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഭൂമി തന്നെ വിറയ്ക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോഴേക്കും ഗർഗാചാര്യൻ അവിടെ എത്തി. ഉടൻ തന്നെ യദുകുലത്തിലെ ആചാര്യനാണല്ലോ ഗർഗമുനി. ഉടൻ തന്നെ 2 യോദ്ധാക്കളും യുദ്ധം നിർത്തി കൈകൂപ്പി നിന്നു. എന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള ശബ്ദത്തിൽ ഗർഗാചാര്യൻ കംസനോട് പറഞ്ഞു, രാജാക്കന്മാരുടെയും രാജാവാണ് കംസ, പക്ഷേ നീ ഇനി യുദ്ധം ചെയ്യരുത്. ഇതിലൊരു അർത്ഥവുമില്ല. ശംഖാചൂഡൻ നിന്നെ പോലെ ശക്തനാണ്. നിന്റെ കൈകൾ കൊണ്ട് ഐരാവതം വരെ ബോധം കെട്ട് വീണിട്ടുണ്ട്. എന്നിട്ട് ബോധം കെടുത്തി ഐരാവതത്തിനെ മുട്ടുകുത്തിച്ചു നീ. വലിയ വലിയ അസുരന്മാരും നിന്റെ ഇടി കൊണ്ട് ചത്തിട്ടുണ്ട്, പക്ഷെ ശംഖാചൂഡന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാരണം നീ കേൾക്കൂ. നിന്റെ മരണം ഭഗവാന്റെ കൈ കൊണ്ടാണ് നടക്കേണ്ടത്, അതേപോലെ ശംഖാചൂഡൻ്റെ മരണവും.
നീ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ വളരെ ശക്തനാണ്, അതേപോലെ ശങ്കാചൂഡനും. അതുകൊണ്ട് യദുക്കളുടെ രാജാവായ കംസ ശങ്കാചൂഡനുമായിട്ട് സൗഹൃദത്തിൽ ഇരിക്കും. എന്നിട്ട് യക്ഷന്മാരുടെ രാജാവായ ശങ്കാചൂഡ, നീയും കംസനുമായിട്ട് സൗഹൃദത്തിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗർഗമുനിയുടെ വാക്കുകൾ കേട്ട് ശങ്കാചൂഡനും കംസനും സുഹൃത്തുക്കളായി. അപ്പോൾ ശങ്കാചൂഡൻ കംസനെ ശങ്കാചൂഡൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ശങ്കാചൂഡൻ കംസനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് രാസനൃത്തത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അന്നേരം ഈ കർത്താലിൻ്റെയും ഈ ശബ്ദം കേട്ട് അവർ രാസമണ്ഡലത്തിലേക്ക് എത്തി. അവിടെ രാധാറാണിയെ കണ്ടു. രാസേശ്വരിയായിട്ടുള്ള രാധാറാണിയും ഭഗവാൻ കൃഷ്ണനെയും കണ്ടു. ഭഗവാന്റെ ഇടത് കൈ രാധാറാണിയുടെ തോളത്തായിരുന്നു. എന്നിട്ട് ഭഗവാൻ കാലിങ്ങനെ പിടച്ചു വെച്ച് ഓടക്കുഴലും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിസുന്ദരമായിട്ട് ഭഗവാൻ ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. ഭഗവാന്റെ പുരികമൊക്കെ കാണാൻ അതീവ സുന്ദരമായിരുന്നു. വ്രജത്തിലെ നായകനായ ഭഗവാൻ വ്രജത്തിലെ ഗോപികമാരുമായിട്ട് അസംഖ്യം ചാമരങ്ങളും വിശറികളും കൊണ്ട് വീശി അതിമനോഹരമായിട്ടുള്ള രാസനൃത്തം നടക്കുകയായിരുന്നു. അപ്പം ഭഗവാൻ കൃഷ്ണൻ വെറും ഒരു കൊച്ചു പയ്യനാണെന്ന് കരുതി ശങ്കാചൂഡൻ ഒരു ഗോപിയെ അവിടുന്ന് അപഹരിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബഹുലാശ്വര രാജാവ് ചോദിച്ചു, ശങ്കാചൂഡൻ രാസമണ്ഡലത്തിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് പറയൂന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, ഗോപികമാർ വളരെ ഭീകരനായ ശങ്കാചൂഡനെ കണ്ടപ്പോൾ അവൻ്റെ നിറം കറുത്തതായിരുന്നു, നല്ല ഉയരമുണ്ടായിരുന്നു, 10 താളവൃക്ഷത്തിൻ്റെ ഉയരമുണ്ടായിരുന്നു അവന്. അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു പുലിയുടെ മുഖം പോലെയായിരുന്നു, വലിയ നീണ്ട നാവും ഉണ്ടായിരുന്നു. എല്ലാ ഗോപിമാരും പേടിച്ചു. അപ്പോൾ ശങ്കാചൂഡനെ കണ്ടപ്പം ഭയപ്പെട്ട് എല്ലാ ഗോപിമാരും ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ശങ്കാചൂഡൻ്റെ ഉള്ളിലെ കാമം ശക്തമായി. അപ്പോൾ ശതചന്ദ്രാനന എന്ന് പറയുന്ന ഗോപിയെ പിടിച്ചു. എന്നിട്ട് വടക്ക് ദിശയിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ ശതചന്ദ്രാനന ഗോപി അലറി വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരു ശാലവൃക്ഷത്തെ പൊക്കിയെടുത്ത് ശങ്കാചൂഡൻ്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ മരണത്തിന് തുല്യമായിട്ട് ഭഗവാൻ ഇങ്ങനെ പുറയിൽ വരുന്നത് കണ്ടിട്ട് യക്ഷൻ ഭയപ്പെട്ടു. ഉടൻ തന്നെ ശതചന്ദ്രാനന ഗോപിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ജീവനും കൊണ്ട് ഓടി. എവിടെയൊക്കെ ശങ്കാചൂഡൻ ഓടിയോ ഭഗവാൻ കൃഷ്ണൻ വളരെ ക്രുദ്ധനായിട്ട് കയ്യിൽ ശാലവൃക്ഷവും പിടിച്ചുകൊണ്ട് ഭഗവാൻ തൊട്ട് പുറയിലുണ്ടായിരുന്നുള്ളതാണ്. അവസാനം അവൻ ഹിമാലയത്തിൻ്റെ അടുത്തേക്ക് എത്തി. ശങ്കാചൂഡൻ ഒരു ശാലവൃക്ഷത്തെ പൊക്കി യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാന്റെ എതിരെ നിൽക്കുകയാണ്. ഭഗവാന്റെ ശക്തമായിട്ടുള്ള കൈ കൊണ്ട് ആ ശാലവൃക്ഷം എടുത്ത് ഒറ്റയേറി. അപ്പോൾ ഇടി വെട്ടിയത് വീണെന്ന പോലെ ശങ്കാചൂഡൻ താഴെ വീഴുകയാണ്. വീണ്ടും എഴുന്നേറ്റിട്ട് ഭഗവാനെ ഇടിക്കുകയാണ്. എന്നിട്ട് അലറിക്കൊണ്ട് ഭഗവാനെ ഇടിച്ചു. ഭഗവാൻ 2 കൈയും കൊണ്ട് അവനെ പിടിച്ചു. എന്നിട്ട് കറക്കി ഭൂമിയിലേക്ക് ഒറ്റയേറി. ഇവിടെ പറയുന്നു, എങ്ങനെയാണോ ഒരു കൊടുങ്കാറ്റിൽ ഒരു താമര പറക്കുന്ന അതേപോലെ ശങ്കാചൂഡൻ പറന്നു പോയി വീണെന്ന്. അപ്പോൾ ശങ്കാചൂഡൻ വീണ്ടും ഭഗവാൻ കൃഷ്ണനെ പിടിച്ചു. എന്നിട്ട് തറയിൽ ഒറ്റയടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലർത്തി അടിക്കാൻ തുടങ്ങി. ഭൂമി വിറയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഉടൻ തന്നെ ഭഗവാന് ദേഷ്യം വന്ന് ശങ്കാചൂഡൻ്റെ തലയ്ക്ക് നോക്കി ഒറ്റ
ഒറ്റ ഇടി എന്നുള്ളതാണ്. ഇടിക്കുകയായിരുന്നു. ആ ഒറ്റ ഇടിക്ക് അവൻ്റെ തല തെറിച്ചു. എന്തൊരു ഇടിയായിരിക്കും! ഒറ്റ ഇടിക്ക് തല തെറിച്ചു എന്നുള്ളതാണ്. വാളോ കത്തിയോ ഒന്നും വേണ്ടി വന്നില്ല, ഒറ്റ ഇടിക്ക് തല തെറിപ്പിച്ചു. എന്തൊരു ഇടിയായിരിക്കും അല്ലേ! ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ ഇടിയല്ലേ അല്ലേ! നല്ല കിടിലം ഇടിയായിരുന്നു. അപ്പോൾ ശങ്കാചൂഡൻ്റെ തല തെറിച്ചു പോയി. അന്നേരം അവൻ്റെ കിരീടത്തിൽ ഒരു അത്യപൂർവമായിട്ടുള്ളൊരു മണിയുണ്ടായിരുന്നു, രത്നമുണ്ടായിരുന്നു. അത് ഭഗവാൻ എടുത്തു. അപ്പോൾ തന്നെ ആ അസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തു വന്നു. കുറേ നേരം ആ പ്രകാശം എല്ലാ ദിശകളിലും ഇങ്ങനെ കറങ്ങി. എന്നിട്ട് ഭഗവാന്റെ സുഹൃത്തായ ശ്രീദാമയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അന്നേരം ശ്രീദാമയുടെ ഉള്ളിലേക്കാണ് ശങ്കാചൂഡൻ്റെ ആത്മാവ് പ്രവേശിച്ചത്. അങ്ങനെ ശങ്കാചൂഡനെ ഭഗവാൻ കൊന്നു, കയ്യിൽ രത്നമുണ്ട്. എന്നിട്ട് കുറേ നേരത്തിന് ശേഷം രാസമണ്ഡലത്തിൽ ഭഗവാൻ തിരിച്ചെത്തുകയാണ്. എന്നിട്ട് ആ രത്നം ഭഗവാൻ ചന്ദ്രാനന ഗോപിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ മറ്റ് ഗോപികമാരുമായിട്ട് രാസലീല തുടരുകയാണ്. ഹരേ കൃഷ്ണ. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയം ഉണ്ടെന്നറിയാം. അത് നമുക്ക് നോക്കാം. എന്താണ് ശ്രീദാമയുടെ ഉള്ളിൽ പ്രവേശിച്ചത് അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു അധ്യായമുണ്ട്, നമുക്കത് ചർച്ച ചെയ്യാം. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ യമുനാ തീരത്ത് എത്തിയെന്നറിഞ്ഞപ്പോൾ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു, ഗോപികമാരുമായിട്ടുള്ള ലീലകൾ തുടരാനായിട്ട്. ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ വൃന്ദാവനത്തിലുള്ള പല പല ചെടികളും അവരും ഗോപികമാരായിട്ട് മാറി. അവരെല്ലാം മറ്റ് ഗോപികമാരുടെ കൂട്ടത്തിൽ ചേർന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ വൃന്ദാവനത്തിലെ ഒരുപാട് ചെടികൾ ഗോപികമാരായിട്ട് മാറി എന്ന് പറയുന്നു. അങ്ങനെ രാസനൃത്തത്തിൽ തളർന്ന ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയും ഒരു കദംബ വൃക്ഷത്തിൻ്റെ തണലിൽ വംശീവടത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ഒരു യമുനാ തീരത്തിൽ നിന്നും പലതരത്തിലുള്ള കാറ്റും ഇങ്ങനെ വീശുകയായിരുന്നു. അപ്പോൾ ദേവന്മാർ ആകാശത്ത് നിന്നും ഗോപികമാരും ഭൂമിയിൽ നിന്നും അവരവരുടേതായിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. വീണ, കർത്താൽ, മൃദംഗം, അതൊക്കെ. എന്നിട്ട് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്യുകയായിരുന്നു, ജയ ജയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഭഗവാൻ കൃഷ്ണനെ പല പല പാട്ടുകൾ പാടി ഭഗവാന്റെ ലീലകളൊക്കെ ആലപിച്ചുകൊണ്ട് ഗോപികമാർ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയായിരുന്നു. ചില ഗോപികമാർ മേഘമല രാഗത്തിൽ പാടി, ചിലവർ ദീപക രാഗത്തിൽ, ചിലവർ മാലഘോഷ രാഗത്തിൽ, ചില ഗോപികമാർ ഭൈരവ രാഗത്തിൽ, ചില ഗോപികമാർ ശ്രീരാഗത്തിൽ. അന്നേരം സപ്തസ്വരങ്ങളുടെ പല പല ഈണത്തിൽ അവർ എല്ലാവരും പാടി എന്ന് പറയുന്നു. ചില ഗോപികമാർ ഭഗവാന്റെ മുമ്പിൽ വളരെ വിധേയത്വത്തോടു കൂടി ഇരിക്കുന്ന ഗോപികമാരായിരുന്നു. അതിൽ ചില ഗോപികമാർ ഭഗവാനെ അധികാരത്തോടു കൂടി സമീപിക്കുകയായിരുന്നു. ചിലവരാണെങ്കിൽ വളരെയധികം ശക്തരായിട്ട് ഭഗവാനായിട്ട് ഇടപെടുമായിരുന്നു. ചിലർ വളരെയധികം സ്നേഹത്തോടെ ഭഗവാനെ സമീപിക്കും. പക്ഷെ എല്ലാവർക്കും ഭഗവാനോട് വലിയ ആസക്തിയായിരുന്നു. എല്ലാവരും ഭഗവാനെ കാമുകനെ പോലെ സ്നേഹിച്ചിരുന്നു. ചിലവർ ഭഗവാനുമായിട്ട് പല കളികളും കളിക്കുമായിരുന്നു. ചിലവർ പുഷ്പങ്ങൾ എറിഞ്ഞ് കളിക്കുമായിരുന്നു ഭഗവാനായിട്ട്. എന്നിട്ട് ചിലവർ ഭഗവാനായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും. എന്നിട്ട് ചിലവരാണെങ്കിൽ ഭഗവാന് അടുത്ത് വന്ന് ചുംബനങ്ങൾ നൽകും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്യും. വലിയ വലിയ യോഗികൾക്ക് പോലും ലഭിക്കാത്ത പരമസൗഭാഗ്യമാണ് ഗോപികമാർക്ക് ലഭിച്ചിരിക്കുന്നത്.
അപ്പോൾ ഗോപികമാരുടെ ദേഹത്തു നിന്നുള്ള ആ കുങ്കുമം എല്ലാം ഭഗവാന്റെ ദേഹത്താവും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഓടക്കുഴൽ ഊതുമ്പോൾ ഗോപികമാർ വീണ വായിക്കും. ചില ഗോപികമാർ ഭഗവാന്റെ ഓടക്കുഴലിനൊത്ത് മൃദംഗം വായിക്കും. ചില ഗോപികമാർ അതിനനുസരിച്ച് പാട്ട് പാടുമായിരുന്നു. ചില ഗോപികമാർ വളരെ മനോഹരമായിട്ട് കർത്താൽ വായിക്കും. അങ്ങനെ പല പല ഉപകരണങ്ങളും ഓരോരോ ഗോപികമാർ ഭഗവാനൊത്ത് വായിക്കാൻ തുടങ്ങി. ചില ഗോപികമാർ ഭഗവാന്റെ കീർത്തികൾ ആലപിച്ചു. എന്നിട്ട് ചില ഗോപികമാരാണെങ്കിൽ ഭഗവാന്റെ തോളത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ചിലവർ ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് വൃന്ദാവനത്തിലൂടെ ഇങ്ങനെ കറങ്ങുമായിരുന്നു. ഇനി ചില ഗോപികമാരുമായിട്ട് ഭഗവാൻ കൃഷ്ണൻ വൃക്ഷങ്ങളുടെ ഉള്ളിൽ ഒളിച്ച് ഗോപികമാരെ അലങ്കരിക്കുമായിരുന്നു. അവരുടെ മുടിയൊക്കെ ഇങ്ങനെ ചീവി കൊടുക്കുമായിരുന്നു. അവർക്ക് മൂക്കുത്തിയൊക്കെ അണിയിച്ചു കൊടുക്കുന്നു. പുതിയ വസ്ത്രം അണിയിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഭഗവാൻ ചവച്ച താമ്പൂലം ഗോപികമാർക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു നാരദ മഹർഷി, എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലമായിരിക്കാം ഈ ഗോപികമാർക്ക് ഭഗവാനായിട്ട് ഇത്രയും സാമീപ്യം ലഭിച്ചത്. ചില കദംബ വൃക്ഷങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ചില ഗോപികമാർ ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് എന്നിട്ട് ഭഗവാന്റെ കവളത്ത് ഇങ്ങനെ ഒരു അടി അടിക്കുക. 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും. അന്നേരം ഭഗവാനായിട്ട് പല പല കളികളിലും തമാശകളിലുമായിരുന്നു ഗോപികമാർ. ചില ഗോപികമാർ ഭഗവാൻ കൃഷ്ണനെ അലങ്കരിച്ചു. കിരീടമൊക്കെ വെച്ച് സുന്ദരമായിട്ടുള്ള കുണ്ടലങ്ങളൊക്കെ ധരിപ്പിച്ചു. എന്നിട്ട് ചില ഗോപികമാർ ഭഗവാന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. ഇനി ചില ഗോപികമാർ രാധാറാണിയായിട്ട് വേഷം ധരിച്ച് രാധാറാണിക്കും ഭഗവാൻ കൃഷ്ണനും സന്തോഷം നൽകി. എന്നിട്ട് ചില ഗോപികമാരാണെങ്കിൽ ഒരുപാട് സന്തോഷാധിക്യത്താൽ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ആനന്ദം, യോഗികളെ പോലെ ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി. ചിലവരാണെങ്കിൽ താടിയിൽ ഇങ്ങനെ കൈയും വെച്ച് ഭഗവാനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ലക്ഷ്മിപതിയായ ഭഗവാനെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇങ്ങനെ ഓരോ ഗോപികമാരും അവരവർക്കുള്ള ഭഗവാനോടുള്ള സ്നേഹം പല രീതിയിലും ഭഗവാന്റെ മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇതിലൂടെ പറയുന്നു, വലിയ വലിയ തത്വചിന്തകർക്കോ കർമ്മികൾക്കോ ഒന്നും ലഭിക്കാൻ പറ്റാത്ത ആ ഏറ്റവും ഉയർന്ന സൗഭാഗ്യമാണ് ഗോപികമാർക്ക് ലഭിച്ചത്. അതിലൂടെ ഭഗവാൻ കൃഷ്ണന് അവിടെ ഒരു വലിയൊരു അത്ഭുതം കൂടെ നടന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. അതിനെക്കുറിച്ച് അങ്ങ് കേൾക്കാൻ പറഞ്ഞു. അവിടെ വലിയ തപസ്വിയായിട്ടുള്ളൊരു മുനി ഉണ്ടായിരുന്നു, ആസുരി മുനി. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഋഷിയായിരുന്നു, ഭഗവാന്റെ വലിയ ഭക്തനുമായിരുന്നു. അദ്ദേഹം നാരദ പർവ്വതത്തിൻ്റെ മുകളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എപ്പോഴും ഭഗവാൻ കൃഷ്ണനെയും രാധാറാണിയും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയമാകുന്ന താമരയിൽ ഭഗവാൻ കൃഷ്ണനെയും രാധാറാണിയും എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഒരു രാത്രി നോക്കിയപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ കാണാനില്ല. വീണ്ടും വീണ്ടും ധ്യാനിച്ചു, കിട്ടുന്നില്ല. അപ്പോൾ ഋഷിക്ക് ഭയങ്കര വിഷമവും ആകെ ഒരു ടെൻഷനുമായി. ഭഗവാനെ കാണണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ആ ഋഷി നാരായണ ആശ്രമത്തിൽ പോയി. ബദ്രി വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടെ നാരായണ ആശ്രമത്തിൽ പോയി. അന്നേരം അവിടെ ചെന്ന് നോക്കിയപ്പോൾ നരനാരായണ ഋഷിയെ അവിടെ കാണാനില്ല. അതിനുശേഷം ആ ഋഷി ലോകാലോക പർവ്വതത്തിൽ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ അനന്തശേഷനെ അവിടെയും കാണാനില്ല.
അപ്പോൾ ഭഗവാന്റെ പാർശ്വത്തിലൂടെല്ലാം ചോദിച്ചു, ഭഗവാൻ എവിടെ പോയിരിക്കുകയാണ്? എല്ലാവരും പറഞ്ഞു നമുക്കറിഞ്ഞൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഋഷിക്ക് ഭയങ്കര വിഷമമായി. അവസാനം ആൾ ക്ഷീരസാഗരത്തിൽ പോയി. അവിടെയും ഭഗവാനെ കാണാനില്ല. വിഷമിച്ച് അദ്ദേഹത്തിന് ഭഗവാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അന്നേരം അവിടെ ചെന്നിട്ട് പാർശ്വത്തിനോട് ചോദിച്ചു, ഭഗവാൻ എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ക്ഷീരസാഗരത്തിലുള്ള പാർശ്വത്തിൽ പറഞ്ഞു നമുക്കറിഞ്ഞൂടെന്ന് പറഞ്ഞു. ഋഷിയുടെ ടെൻഷൻ ഇനിയും വർദ്ധിച്ചു. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഭഗവാനെ കാണാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ വേഗതയിൽ അദ്ദേഹം സഞ്ചരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ നാരായണനും ഇല്ല, ലക്ഷ്മി ദേവിയും ഇല്ല. അവിടെ ഭഗവാനെ ലക്ഷ്മി ദേവി കാണാത്തോണ്ട് അസുരി മുനി നേരെ ഗോലോകത്തേക്ക് പോയി. അവിടെ വൃന്ദാവനത്തിൽ നോക്കിയപ്പോൾ അവിടെയും ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ ഭഗവാന്റെ വിരഹത്തിൽ ഇദ്ദേഹം ഇങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അസുരി മുനി ഭഗവാന്റെ കൂട്ടുകാർ ഗോപന്മാരോട് ചോദിച്ചു, ഭഗവാൻ എവിടെ പോയി? അവർ പറഞ്ഞു, ഭഗവാൻ ഇപ്പോൾ ഭൗമ വൃന്ദാവനത്തിലാണ്. വാമന അവതാരത്തിൽ ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് സുഷിരം ഉണ്ടായ ഒരു ബ്രഹ്മാണ്ടമുണ്ട്. അവിടെ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഭഗവാൻ. അന്നേരം അകത്ത് പോയി നോക്കിയപ്പോൾ അവിടെയും ഭഗവാനെ കാണുന്നില്ല. പിന്നെ കൈലാസ പർവ്വതത്തിൽ പോയി, അവിടെ മഹാദേവനെയും കാണുന്നില്ല. ഒരുപാട് ദുഃഖിച്ച് ക്ഷമിക്കണം, ഒരിടത്തും കാണാത്തതുകൊണ്ട് അവസാനം പിന്നെ കൈലാസ പർവ്വതത്തിൽ പോവുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് മഹാദേവൻ ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിഷമിച്ച ആ ഋഷി മഹാദേവൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും നോക്കി, ഞാൻ വൈകുണ്ഠ ലോകത്തിൽ പോയി, ഗോലോകത്ത് പോയി ഭഗവാനെ കാണാനായിട്ട്, പക്ഷെ അദ്ദേഹത്തെ എങ്ങും കാണുന്നില്ല. അദ്ദേഹം എവിടെയാണ്? അങ്ങേക്കെല്ലാം അറിയാലോ, അങ്ങ് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അസുരമുനി, അങ്ങ് വലിയ ഭാഗ്യശാലിയാണ്, അങ്ങ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. എനിക്കറിയാം അങ്ങ് എന്തുമാത്രം ബുദ്ധിമുട്ടി ഭഗവാനെ കാണാൻ വേണ്ടി. വലിയ വലിയ തത്വചിന്തകന്മാർക്കോ ഇന്ദ്രിയ ആസ്വാദനങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികൾക്കോ ത്രിഗുണങ്ങളിൽപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കോ ഭഗവാനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ഹംസമുനിയെ രക്ഷിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഭഗവാൻ ഇപ്പോൾ രാസനൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓർമ്മയില്ല ഹംസമുനിയുടെ കഥ? ഭഗവാൻ ഹംസമുനിയെ രക്ഷിക്കാനായിട്ട് പോയെന്ന് പറഞ്ഞില്ലേ? ഹംസമുനിയെ ഒരു മീൻ വിഴുങ്ങി, പിന്നെ അതിനെ വേറൊരു മീൻ വിഴുങ്ങി. അപ്പോൾ രാസനൃത്തത്തിൻ്റെ ഇടയിൽ ഭഗവാൻ പോയിട്ട് ഹംസമുനിയെ രക്ഷിക്കാൻ പോവുകയാണ്. അന്നേരം മഹാദേവൻ പറഞ്ഞു, ഹംസമുനിയെ രക്ഷിച്ചു. എന്നിട്ട് ആൾ വീണ്ടും രാസമണ്ഡലത്തിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഭഗവാൻ ആ രാത്രിയെ 6 മാസമാക്കി വെച്ചിരിക്കുകയാണ്. അത് ഈ രാത്രി 6 മാസത്തോളം നീണ്ടിരിക്കും. എന്നിട്ട് ഞാനും ഇപ്പോൾ ആ നൃത്തം കാണാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങും വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ മഹാദേവനും ആസുരി മുനിയും കൂടെ അത് തീരുമാനിക്കുകയാണ്. ഇങ്ങനെ മഹാദേവനും ആസുരി മുനിയും കൂടെ വ്രജത്തിലെത്തുകയാണ് ഭഗവാനെ കാണാനായിട്ട്. അന്നേരം ഇത് നാരദ മഹർഷിയാണ് പറയുന്നത്. അവിടെ യമുനാ തീരത്ത് ഒരുപാട് ചെടികളും അതിമനോഹരമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കാണുകയാണ്. അവിടെ ഒരുപാട് ശക്തരായിട്ടുള്ള ഗോപികമാർ കയ്യിൽ വടികളും പിടിച്ചുകൊണ്ട് അവിടെ ആ പ്രവേശന ദ്വാരത്തിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് മഹാദേവനെ അസുരമുനിയും തടഞ്ഞു, അകത്ത് പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗോപികമാർ പറഞ്ഞു,
കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ക്ഷമിക്കണം, നമ്മളെപ്പോലെ കോടാനുകോടി കാവൽക്കാരുണ്ട് വൃന്ദാവനത്തിൽ. ഭഗവാൻ നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും രാസമണ്ഡലത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും. ഈ രാസമണ്ഡലത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ്. ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഗോപികമാരാണ്. അപ്പോൾ ഋഷിമാരോടുത്ത് ഗോപികമാർ പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസ സരോവരത്തിൽ കുളിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഗോപികമാരാകാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പോൾ മഹാദേവനും ആസുരി മുനിയും മാനസ സരോവരത്തിൽ കുളിച്ചു. അങ്ങനെ ഗോപികമാരായിട്ട് മാറി. സ്വർണവും മാണിക്യക്കല്ലും കൊണ്ട് നിർമ്മിച്ച കദംബ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ, മാധവി ചെടികളെ കൊണ്ട് നിറഞ്ഞ അതീവ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചന്ദ്രൻ്റെ നിലാവിൽ അതിസുന്ദരമായിട്ടുള്ള കവാടങ്ങളും രത്നങ്ങൾ പതിപ്പിച്ച പടികളുമുള്ള യമുനാ തീരത്തിൻ്റെ അടുത്ത് ഒരുപാട് മയിലുകളും അരയന്നങ്ങളും കുയിലുകളും യമുനാ നദിയുടെ അവിടെ നിന്ന് വരുന്ന സുന്ദരമായിട്ടുള്ള കാറ്റും, അവിടെ ഒരുപാട് ഭവനങ്ങൾ കണ്ടു. ഒരുപാട് ഇരിപ്പിടങ്ങൾ, ഇരിക്കാനുള്ള അങ്കണങ്ങളൊക്കെ കണ്ടു. ഒരുപാട് തൂണുകളും ഒരുപാട് കൊടികളും ഒരുപാട് ഗോപുരങ്ങൾ ഉള്ള മന്ദിരങ്ങളും ഒക്കെ കണ്ടു. പൂക്കൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, അതിസുന്ദരമായിട്ടുള്ള വണ്ടുകൾ, പിന്നെ സംഗീതത്തിൻ്റെ ശബ്ദം, ഇതെല്ലാം അവർ കേൾക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഒരു നികുഞ്ചത്തിൽ അതീവ കോടാനുകൂടി ചന്ദ്രനെക്കാട്ടിയും തേജസ്സോടുകൂടി ഭഗവാൻ രാധാറാണിയൊത്ത് ഇരിക്കുകയായിരുന്നു. ഒരുപാട് അതീവ സുന്ദരികളായിട്ടുള്ള ഗോപിയന്മാരെല്ലാം അടുത്തുണ്ട്. ഭഗവാൻ കോടാനുകൂടി കാമദേവന്മാരെക്കാട്ടിയും സുന്ദരനായിട്ട് കാർമുകിൽ നിറത്തിൽ ഭഗവാൻ കാണുകയായിരുന്നു. പീതാംബരം ധരിച്ച്, എന്നിട്ട് ഓടക്കുള്ളും പിടിച്ച് കയ്യിലൊരു പശുക്കളെ മേയ്ക്കുന്ന വടിയും, ശ്രീവത്സ ചിഹ്നമുണ്ട്, കൗസ്തുഭ മണി കണ്ടു, കഴുത്തിൽ വനമാലയും ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശബ്ദങ്ങൾ, ഭഗവാന്റെ അരഞ്ഞാണം, തോൾവളകൾ, കഴുത്തിലൊരു നെക്ലസ്, ഭഗവാന്റെ കയ്യിലുള്ള വളകളും കുണ്ടലങ്ങളും ഒക്കെ, അതീവ സുന്ദരമായിട്ടുള്ളൊരു കിരീടം ഭഗവാൻ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ കൂടെ എറിഞ്ഞിട്ട് ഗോപികമാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതേപോലെ ഗോപികമാരും ഭഗവാനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മഹാദേവനും ആസുരി മുനിയും ഭഗവാനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. രണ്ടുപേരും പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹായോഗി. ഉവാച കൃഷ്ണ കൃഷ്ണ മഹായോഗി ദേവദേവ ജഗത്പതേ പുണ്ഡരീകാക്ഷ ഗോവിന്ദ ഗരുഡധ്വജാതേ നാമ. ഗരുഡധ്വജനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ജനാർദ്ദന ജഗന്നാഥ പത്മനാഭ ത്രിവിക്രമ ദാമോദര ഋഷികേശ വാസുദേവ നമോസ്തുതേ. അതിമനോഹരല്ലേ? അദ്ദേവദേവ പരിപൂർണതമസ്തു സാക്ഷാത് ഭൂഭൂരിഭാര ഹരണ്യാസതം ശുഭായ പ്രാപ്തോസി നന്ദഭവനേ പ്രാതപരസ്ത്വം കൃത്വാ ഹി സർവനിജലോകശേഷശൂന്യം. ഭഗവാനെ, അങ്ങ് അങ്ങയുടെ സ്ഥലങ്ങളും ഉപേക്ഷിച്ച് അവിടെ എല്ലാം ശൂന്യമായിരിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് നന്ദമഹാരാജൻ്റെ ഭവനത്തിൽ ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭക്തർക്കെല്ലാം മംഗളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങ് തന്നെയാണ് പല പല അംശങ്ങളും വിസ്തരണങ്ങളുമായിട്ടൊക്കെ ഈ ലോകത്തിൽ അവതാരങ്ങൾ എടുക്കുന്നത്.
അങ്ങയുടെ ശക്തിയാവേശ അവതാരം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അങ്ങ് ഈ രാസനൃത്തത്തോടു കൂടി വൃന്ദാവനത്തിനെ കൂടുതൽ സുന്ദരമാക്കിയാണ്. ഗോലോകനാഥ ഗോലോകനാഥ ഗിരിരാജപതേ പരേശ വൃന്ദാവനേശ കൃതനിത്യവിഹാരലീല രാധാപതേ വ്രജവധൂ ജനഗീതകീർത്തി ഗോവിന്ദ ഗോകുലപതി കിലതേ ജയോസ്തു. അങ്ങ് അതിമനോഹരം അല്ലേ? ഗോലോകത്തിലെ നാഥ, ഗിരിരാജ പർവ്വതത്തിൻ്റെ നാഥ, എല്ലാവരുടെയും സ്വാമി, വൃന്ദാവനത്തിലെ സ്വാമി, അങ്ങ് നാഥനാണ്. അങ്ങ് രാസനൃത്തം ആസ്വദിക്കുന്ന ആളാണ്. രാധാദേവിയുടെ പതിയാണ് അവിടുന്ന്. ഗോപികമാരെല്ലാം എപ്പോഴും അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഗോകുലത്തിൻ്റെ നാഥനാണ് അവിടുന്ന്. ഗോവിന്ദനാണ്. അങ്ങ് ജയിക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ അങ്ങ് വൃന്ദാവനത്തിലെ പുഷ്പങ്ങളെ കൊണ്ട് എപ്പോഴും അലങ്കരിച്ച് കാണപ്പെടുന്നു. അങ്ങ് ശ്രീമതി രാധാറാണിയുടെ ആഭരണമാണ്. എപ്പോഴും രാധാറാണി അങ്ങാകുന്ന ആഭരണത്തെ കഴുത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയത്തിലും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് രാസനൃത്തത്തിൻ്റെ നാഥനാണ്. അങ്ങ് വ്രജത്തിലെ നായകനാണ്. അങ്ങ് ബ്രഹ്മാണ്ടങ്ങളുടെ നായകനാണ്. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, രാധാറാണിയുടെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഈ സ്തുതികളൊക്കെ കേട്ട് ഭഗവാൻ ചിരിച്ചു. എന്നിട്ട് ഋഷിയെടുത്തും മഹാദേവനോടും പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ രണ്ടുപേരും 60,000 വർഷം തപസ് ചെയ്തിരിക്കുന്നു എന്നെ കാണാനായിട്ട് ഈ രൂപത്തിൽ. ആസുരിമുനിയും മഹാദേവനും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഭൗതികമായിട്ടുള്ള ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ശാന്തരായി, നിങ്ങൾ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല, ആരെയും മിത്രമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം സംപ്രീതനാണ്. നിങ്ങൾ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഏതാഗ്രഹവും ചോദിച്ചോളൂ. അപ്പോൾ മഹാദേവനും ആസുരിമുനിയും പറഞ്ഞു, വൃന്ദാവനത്തിൽ വസിക്കുന്ന ഭഗവാനെ, എന്നേക്കുമായിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ തൃപ്പാദമല്ലാതെ വേറൊന്നും നമുക്ക് ആനന്ദം നൽകുന്നില്ല. രാധാകൃഷ്ണ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ അതായത് നിത്യവും ഭഗവാന്റെ കൂട്ടത്തിൽ വസിക്കാനാണ് മഹാദേവനും ആസുരിമുനി ആഗ്രഹിച്ചത്. ഗോപികമാരായിട്ട് മാറിയിരിക്കുക. അപ്പം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ. ഇവിടെ നാരദ മഹർഷി പറയുന്നു, ആ നിമിഷം തന്നെ മഹാദേവനും ആസുരിമുനിയും വംശീപടത്തിൻ്റെ അടുത്തായിട്ട് ഒരു നിത്യവാസം അവർക്ക് ലഭിച്ചു. രാസമണ്ഡലത്തിൻ്റെ അടുത്തായിട്ട്. അവിടെയാണ് മഹാദേവൻ ഗോപേശ്വർ മഹാദേവായിട്ടിരിക്കുന്നത്. ആസുരമുനിയും ഒരു ഗോപികയായിട്ട് അവിടെ നിത്യം വസിക്കാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണ രാസനൃത്തം ചെയ്തു. ഗോപികമാരുമായിട്ട് പത്മകര വനത്തിൽ, അവിടെയും ഒരുപാട് വണ്ടുകളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന സ്ഥലം. എന്നിട്ട് മിഥില രാജാവിനോട് ഭഗവാൻ പറയുന്നു, ഏകദേശം 6 മാസത്തോളം ആ രാത്രി നീണ്ടു നിന്നിരുന്നു. ഭഗവാൻ രാസനൃത്തം ആസ്വദിച്ചു എല്ലാ ഗോപികമാരുമായിട്ട്. അവർക്കെല്ലാം അത് ഒറ്റ നിമിഷത്തിൽ തീരുന്നത് പോലെ തോന്നി പറഞ്ഞു. സൂര്യോദയം ആയപ്പോഴത്തേക്കും ഗോപികമാർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അവരെല്ലാം അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി. ഭഗവാൻ നന്ദമഹാരാജൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ശ്രീമതി രാധാറാണി ഓടി വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അന്നേരം ഇവിടെ പറയുന്നു, അങ്ങനെ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രാസലീല നൃത്തം ഞാനിവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിക്കും, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും, എല്ലാ മംഗളവും ലഭിക്കും. ഒരു വ്യക്തിയുടെ ധർമ്മ, അർത്ഥ, കാമമോക്ഷം എല്ലാം സഫലമാകും. വേറെ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഹരേ കൃഷ്ണ. അതിസുന്ദരം അല്ലേ? നമുക്കൊരു അധ്യായം കൂടെ എടുക്കാം. ബഹുലാശ്വ രാജാവ് ചോദിച്ചു, അഘാസുരൻ നിന്നും പുറത്തു വന്ന ആ ജ്യോതി ഭഗവാന്റെ ഉള്ളിലേക്കാണ് പ്രവേശിച്ചത്. പിന്നെ ശങ്കാചൂടൻ്റെ ആ ജ്യോതി എങ്ങനെയാണ് ശ്രീരാമയുടെ ഉള്ളിൽ പ്രവേശിച്ചത്? നാരദ മഹർഷി,
അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, അതെനിക്കൊന്ന് പറഞ്ഞു തരൂ. അതായത് നമുക്കൊരു സംശയമില്ലായിരുന്നു, അതിവിടെ കംപ്ലീറ്റ് ആവും. നാരദ മഹർഷി പറഞ്ഞു, ഗോലോകത്തിൽ നടന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ വർണ്ണിക്കാം. ഇത് നാരായണ ഋഷിയിൽ നിന്ന് ഞാൻ കേട്ടതാണെന്ന് പറയുന്നു. രാധാറാണി, ശ്രീദേവി, വിരജാദേവി, ഭൂദേവി, ഇവർ ഭഗവാന്റെ 4 ഭാര്യമാരാണ്. ഇവർ 4 പേരും ഒരാൾ തന്നെയാണ്, രാധാറാണി തന്നെയാണ്, പക്ഷേ ലീലയുടെ ഭാഗമായിട്ട്. അതിൽ രാധാറാണിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾ. ഒരു ദിവസം ഭഗവാൻ ഒരു നികുഞ്ചത്തിൽ വിരജാ നദിയായിട്ട് ലീലകൾ ചെയ്തുകൊണ്ട് രസിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം വിരജാ നദി രാധാറാണിയെ പോലെ അതീവ സുന്ദരിയായിരുന്നു പറയുന്നു. അപ്പോൾ രാധാറാണി ഒരു സഖിയിൽ നിന്നും കേട്ടു, ഭഗവാൻ കൃഷ്ണൻ വിരജയായിട്ട് ഇങ്ങനെ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാധാറാണിക്ക് ഒരുപാട് വിഷമമായി. രാധാറാണിക്ക് ദേഷ്യം വന്നു. ഉടൻ തന്നെ രാധാറാണി ഒരു രഥത്തിൽ കയറി ഒരുപാട് രത്നങ്ങൾ കൊണ്ടും സ്വർണ്ണാഭരണങ്ങൾ, സ്വർണം കൊണ്ട് നിർമ്മിച്ച കോടാനുകോടി കൊടികൾ ഉള്ള ഒരുപാട് ഗോപുരങ്ങളുള്ള ഒരു രഥം, അതിൽ കയ്യിൽ വടികളൊക്കെ പിടിച്ചുകൊണ്ട് 1 കോടി ഒരു മിനിറ്റ് 100 കോടി ഗോപികമാരുമായിട്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, 100 കോടി ഗോപികമാരുമായിട്ട് രാധാറാണി ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് പോവുകയാണ്. ക്ഷമിക്കണം കേട്ടോ, 100 കോടിയല്ല, 10 അർബുദൈ എന്നാണ് പറയുന്നത്. ഒരു അർബുദൈ എന്ന് പറയുമ്പോൾ 100 കോടി. അന്നേരം 10 അർബുദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോടി. നാരായണ, അവരെത്രമാത്രം എല്ലാവരുടെയിലും വടിയുണ്ട്, ഭഗവാന്റെ കാര്യത്തിൽ തീരുമാനം. അന്നേരം ഇത്രയും ഗോപികമാർ, അന്നേരം ആ രഥത്തിൻ്റെ വലുപ്പം എന്തുമായിരിക്കും അല്ലേ? അന്നേരം ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പോഴത്തേക്ക് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീധാമ കാവലായിട്ട് നിൽക്കുകയായിരുന്നു. രാധാറാണിയും രാധാറാണിയുടെ കൂട്ടുകാരികളും അവിടെ എത്തി ഒരുപാട് വഴക്ക് പറഞ്ഞു ശ്രീധാമയെ. രാധാറാണി എങ്ങനെയെങ്കിലും ഇടിച്ച് അകത്തോട്ട് കയറണമെന്ന് വിചാരിച്ചു ഗോപികന്മാരുമായിട്ടും. അപ്പം ശ്രീധാമയെ വടി വെച്ച് അടിക്കാൻ തുടങ്ങി. അതിൽ ഇതൊക്കെ കേട്ടിട്ട് ഭഗവാൻ അവിടുന്ന് മുങ്ങി. രാധാറാണിയോടുള്ള ഭയത്താൽ വിരജാ ദേവി ഗോപിക ഒരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. വാസ്തേ, ഹരേ കൃഷ്ണ. ഇതൊന്ന് എടുത്ത് വെച്ചു. അപ്പോൾ ഈ വിരജ ഗോപിക രാധാറാണിയോടുള്ള ഭയം കാരണം ഒരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഗോകുലത്തിന് ചുറ്റും ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു 1 കോടി യോജന. ഒരു യോജന എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്ററാണ്. ഹരേ കൃഷ്ണ. അന്നേരം 12 കോടി കിലോമീറ്റർ ചുറ്റളവിൽ ഈ വിരജാ നദി, വിരജാ ഗോപിക, ഭഗവാന്റെ ഭാര്യ ദേവി വിരജാദേവി നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. എങ്ങനെയാണോ ഒരു സമുദ്രം ദ്വീപിനെ ചുറ്റും കറങ്ങുന്നത്, അതേപോലെ ഗോലോകത്തിന് ചുറ്റും വിരജ നദി ഒഴുകാൻ തുടങ്ങി. ഒരുപാട് വളരെയധികം
മനോഹരമായിട്ട് കാണപ്പെട്ടു വിരജാ നദിയെ. ഒരുപാട് പൂക്കളും രത്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വന്ന് രാധാറാണി നോക്കിയപ്പോൾ ഭഗവാനെ കാണുന്നില്ല. എന്നിട്ട് വിരജാദേവി നദിയായതും രാധാറാണി കണ്ടു. അപ്പോൾ രാധാറാണി അവിടുന്ന് പോയി. അപ്പം ഭഗവാൻ കൃഷ്ണൻ വീണ്ടും വിരജാദേവിയെ നദിയെ ഗോപികയാക്കി മാറ്റി. എന്നിട്ട് ഭഗവാൻ വിരജാ നദിയായിട്ട് ലീലകൾ ചെയ്യുകയായിരുന്നു, വിരജാ നദിയുടെ അടുത്ത് തന്നെയായിട്ട്. അങ്ങനെ ഭഗവാൻ കൃഷ്ണന് വിരജാദേവിയിൽ 7 പുത്രന്മാർ ജനിച്ചു എന്ന് പറയുന്നു. അന്നേരം അവരൊക്കെ ആ കുട്ടിക്കാലത്തിലെ ആ ലീലകളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും വഴക്കുകൂടിയതിൻ്റെ ഇടയിൽ മൂത്ത കുട്ടികൾ അടിച്ചപ്പോൾ ഏറ്റവും ഇളയതായിട്ടുള്ള മകൻ നേരെ വിരജാദേവിയുടെ മടിയിൽ പോയിരുന്നു. അപ്പോൾ ദേവി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ വിരജാദേവിയും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ദേവി ശപിച്ചു, നിങ്ങൾ കാരണമാണ് ഞാൻ ഭഗവാനിൽ നിന്ന് ഈ ഒരു വിരഹം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ജലമായി മാറട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വെള്ളം ഒരിക്കലും ആരും കുടിക്കാതാവട്ടെ എന്ന്. നിങ്ങളെല്ലാവരും ഭൂമിയിൽ പോയി ജനിക്കാൻ പറഞ്ഞു. നിങ്ങളെല്ലാം വലിയ വലിയ സമുദ്രങ്ങളായി മാറട്ടെ. നിങ്ങൾ ഒരിക്കലും തമ്മിൽ കാണാതെ ആകട്ടെ. പ്രളയമാകുമ്പോൾ മാത്രമേ നിങ്ങൾ തമ്മിൽ കാണൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിരജാദേവിയുടെ ശാപത്താൽ അവർ ഭൂമിയിൽ അവതരിച്ചു. അതാണ് സപ്തസമുദ്രങ്ങൾ ഭൂമണ്ഡലത്തിലെ. ഇതെല്ലാം ഭഗവാന്റെ മക്കളാണ്, വിരജാദേവിയിൽ ജനിച്ച. അന്നേരം ഉപ്പ് സമുദ്രം, പഞ്ചസാര, കരിമ്പിൻ്റെ സമുദ്രം, കള്ളിൻ്റെ സമുദ്രം, നെയ്യിൻ്റെ സമുദ്രം, തൈരിൻ്റെ സമുദ്രം, പിന്നെ പാലിൻ്റെ സമുദ്രം, ശുദ്ധജലത്തിൻ്റെ സമുദ്രം, ഇങ്ങനെയുള്ള 7 സമുദ്രങ്ങളായിട്ട് മാറി. ഇവരെല്ലാം, ഈ സമുദ്രങ്ങളെല്ലാം വളരെ ആഴത്തിലായിരുന്നു പറഞ്ഞു. ആദ്യത്തെ സമുദ്രം 12 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലാണ്. അടുത്ത സമുദ്രം അതിൽ നിന്നും ഇരട്ടിയായിട്ട്, അതിൻ്റെ ഇരട്ടിയായിട്ട് അടുത്തത്, അങ്ങനെ ഇരട്ടിയായിട്ട് പോകും. അങ്ങനെ മക്കളെല്ലാം പോയതിന് ശേഷം ദേവിക്ക് മക്കളോടുള്ള വിഷമവും സ്നേഹവും വർദ്ധിച്ചു. അപ്പോഴേക്കും ഭഗവാൻ അവിടെ എത്തി. അപ്പോൾ വിരജാ ദേവി മക്കളിൽ നിന്നുള്ള ആ വിരഹത്തിലായിരുന്നു. അപ്പം ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ദേവിക്ക്. നീ ഒരിക്കലും എന്നിൽ നിന്ന് അകലത്തില്ല, പക്ഷെ അതേ സമയത്ത് നീ എപ്പോഴും നിന്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ രാധാറാണി അവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ ശ്രീധാമയുടെ ഒത്ത് രാധാറാണിയുടെ അടുത്ത് പോവുകയാണ്. അപ്പം ഭഗവാൻ കൂട്ടുകാരനുമായിട്ട് തിരിച്ചെത്തിയെന്ന് അറിഞ്ഞപ്പോൾ രാധാറാണിക്ക് വലിയ ദേഷ്യമുണ്ട്, വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനോട് ഇങ്ങനെ സംസാരിച്ചു. രാധാറാണി പറഞ്ഞു, എന്തിനാണ് ഇപ്പം വന്നിരിക്കുന്നത്? നീ വിരജയുടെ കൂട്ടത്തിൽ തന്നെ പോയാൽ പോരായിരുന്നു. വിരജ ഒരു നദിയായി, അതേപോലെ നീ ഒരു നദിയാവും. നീ എന്തിനാണ് എൻ്റെ കൂട്ടത്തിൽ വരേണ്ടതെന്നൊക്കെ രാധാറാണി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? വീണ്ടും വിരജാ ദേവിയുടെ അടുത്ത് പോയി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരനായ ശ്രീധാമ രാധാറാണി ഒരുപാട് വഴക്ക് പറഞ്ഞു. ശ്രീധാമ പറഞ്ഞു, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്, അനന്തകോടി ബ്രഹ്മാണ്ഡ നായകനാണ്, അദ്ദേഹം ഗോലോകത്തിലെ നായകനാണ്, അദ്ദേഹം എത്രയോ ലീലകൾ ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്തും ചെയ്യാം, അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഇങ്ങനെ രാധ നീ ഇങ്ങനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു.
രാധാദേവി പറഞ്ഞു, എടാ മൂഢ, നീ നിൻ്റെ അച്ഛനെ സ്തുതിക്കുന്നു, പക്ഷേ ഞാൻ നിൻ്റെ അമ്മയാണ്, നീ അത് മറന്നുപോയി, എന്നെ വഴക്ക് പറയുന്നു. അതുകൊണ്ട് നീ ഗോലോകത്തിൽ നിന്ന് പോവും, നീ ഒരു അസുരനായി പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീദാമയ്ക്ക് വിഷമമായി. ശ്രീദാമ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് കാരുണ്യത്തോടു കൂടിയല്ലേ രാധാദേവി അവിടുത്തോട് പറഞ്ഞത്, പക്ഷെ എന്നിട്ടും നീ ദേഷ്യം കാണിച്ചില്ലേ, അതുകൊണ്ട് നീയും ഭൂമിയിൽ പോയി 100 വർഷം ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. നാരദ മഹർഷി അങ്ങനെ രാധാറാണിയെയും ശപിച്ചു. രണ്ടുപേർക്കും വലിയ വിഷമമായി, ഭയമായി. അപ്പോൾ അവിടെ ഭഗവാൻ വീണ്ടും വന്നു. ഭഗവാൻ പറഞ്ഞു, രാധേ, എനിക്ക് എൻ്റെ വാക്കുകളെ അസഫലമാക്കാം, അതിനെ കളയാം, പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും വാക്കുകൾ, എൻ്റെ ഭക്തരുടെ വാക്കുകളെ ഒരിക്കലും അസഫലമാക്കാൻ കഴിയില്ല. വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഗ്രഹം നൽകുന്നു. എത്രയോ മാസങ്ങൾക്ക് ശേഷം ആ വിരഹത്തിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നിക്കും എന്ന് പറഞ്ഞു. വരാഹകൽപ്പത്തിൻ്റെ ആ സമയത്ത് ഞാനും നീയും ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഭക്തർക്കെല്ലാം എൻ്റെ ലീലകൾ കാണാനും ഉള്ള ഒരവസരം ഞാൻ നൽകുന്നതായിരിക്കും. ശ്രീരാമ, എൻ്റെ വാക്കുകൾ കേൾക്കൂ. നീ നിൻ്റെ ഒരു അംശവിസ്തരണത്തിലൂടെ നീ ഒരു അസുരനായിട്ട് മാറും. എന്നിട്ട് വൈവസ്വത മന്വന്തരത്തിൽ നീ എന്നോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ കൈകൊണ്ട് തന്നെ നിനക്ക് തിരിച്ച് മോക്ഷം ലഭിക്കും. നീ വീണ്ടും നിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദാമയാണ് ശംഖാചൂഢനായിട്ട് മാറിയത്. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, ഈ ഒരു ശാപത്താലാണ് ശ്രീദാമ യക്ഷന്മാരുടെ ഇടയിൽ ശംഖാചൂഢനായിട്ട് ജനിച്ചതെന്ന് പറഞ്ഞു. ആ ശംഖാചൂഢൻ കുബേരൻ്റെ വലിയ അനുയായിയായിട്ട് മാറി. അങ്ങനെയാണ് ശംഖാചൂഢൻ വീണ്ടും ശ്രീദാമയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, ഞാൻ ആ ഭഗവാനെ സ്തുതിക്കുന്നു, അദ്വൈനായിട്ടുള്ള ആ ഭഗവാനെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് എത്ര രൂപങ്ങൾ വേണമെങ്കിലും എടുക്കാം. അദ്ദേഹം സ്വയം സംതൃപ്തനാണ്. പലതരത്തിലുള്ള ലീലകളും അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ധാമത്തിലിരിക്കുന്നു. അങ്ങനെ വൃന്ദാവനകാന്ഡം അവസാനിച്ചിരിക്കുകയാണ്. ആരാണോ വൃന്ദാവനകാന്ഡം ഗർഗഭാവത്തിൽ കേൾക്കുന്നത്, ആരാണോ ചർച്ച ചെയ്യുന്നത്, അവരേറ്റവും പരിശുദ്ധരായിട്ട് മാറും. അവർക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഹരിവോ, എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി 3ാമത്തെ കാണ്ഡത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് ഭഗവാനും രാധാറാണിയുടെയൊക്കെ ഒരു നാടകം പോലെയാണ് ഇതൊക്കെ. കാരണം ഈ ഒരു സംഭവമൊക്കെ നടക്കുമ്പോഴല്ലേ നമുക്ക് ഭഗവാനെയും രാധാറാണിയെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി ഭഗവാനും രാധാറാണിയും ചെയ്യുന്ന ലീലകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നമുക്ക് അടുത്ത ചരിതം ചർച്ച ചെയ്യാം, ഗർഗഭാഗവതത്തിൻ്റെ അടുത്ത ഭാഗം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.